ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മഴക്കാലമാണ്, എല്ലാവരും മഴയാണെന്നറിയാം. ഇവിടെയും മഴയാണ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ദേ മഴയൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളുടെ ദണ്ട ഒരുത്തൻ രാവിലെ വാർപ്പിൻ്റെ മുകളിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ രാവിലെ വാർപ്പിൻ്റെ മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം ഞാൻ ഈ സൗണ്ട് കേട്ടോണ്ടാണ് മുകളിൽ കയറി വന്ന് നോക്കിയത്. അപ്പം പുള്ളിക്കാരൻ ഈ മഴയുടെ അന്തരീക്ഷം കണ്ടിട്ടാണോ അതോ താഴെ രണ്ട് പെൺമയിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കണ്ടുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ പുള്ളിക്കാരെ അവിടെ നിന്ന് വിളിക്കുകയാണെന്ന് തോന്നുന്നു മേപ്പോട്ട് അവരെ. അപ്പോൾ പുള്ളിക്കാരെ ഇവിടുത്തെ പുള്ളിക്കാരനൊരു അധികാരമുണ്ട് കേട്ടോ. അപ്പോൾ ആ അധികാരത്തിൻ്റെ പുറത്ത് വിളിക്കുകയാണ് താഴെ നിൽക്കുന്ന രണ്ടുപേരെ ഈ മേളിൽ കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ കയറി വരുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഇവിടെ സ്ഥിരമുള്ളതായതുകൊണ്ട് അവർക്കത്ര ഇതില്ല. അവർ അവിടെ അവിടെ ഇവിടെയൊക്കെ നിന്ന് തിന്നിട്ട് അവരങ്ങ് പോട്ടിയുള്ളൂ കേട്ടോ. എൻ്റെ പുള്ളിക്കാരൻ പീലിയും വിടർത്തി. എന്താ ഭംഗി എന്നറിയാമോ പീലി വിടർത്തുന്നത്? അവരെ കണ്ടിട്ടുള്ള പീലി വിടർത്തലായത്. പക്ഷെ അവർ താഴെ നിൽക്കുന്നേ ഉള്ളൂ. ഇതിപ്പം വാർപ്പിൻ്റെ മുകളിലായതുകൊണ്ട് ഞാനും ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പെൺമയിൽ ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. പുള്ളിക്കാരൻ 4 വശത്തും നോക്കും, അവരിങ്ങോട്ട് കയറി വരുന്നില്ല. എന്ത് രസമുണ്ടെന്ന് നോക്കിയേ, കറങ്ങിയിരിക്കുക. ഇതിനെ എനിക്ക് കണ്ട സ്ഥിരം ഞാൻ കാണാറുണ്ട് കേട്ടോ. പുള്ളിക്കാരി അരിയൊക്കെ തിന്നോണ്ടിരിക്കുമ്പോൾ കാക്ക വരുമ്പോൾ അവരെ പേടിപ്പിക്കാനായിട്ട് ഇങ്ങനെ പീലി വിടർത്താറുണ്ട്. ഈ പീലി താത്തിടാനുള്ള പരിപാടിക്കാണെന്ന് തോന്നുന്നു. അവരെ കാണാഞ്ഞപ്പം പുള്ളിക്കാരൻ ആ ഒരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താ പരിപാടിയെന്ന്. മഴക്കോളുണ്ട്, മഴ എപ്പോഴാണ് പെയ്യുന്നത് അറിയത്തില്ല. മഴ പെയ്യുകയാണെങ്കിൽ അവിടെ ചാടേണ്ടി വരും. കാത്തു കേട്ടോ. പുള്ളിക്കാരെ വരെ നോക്കും, അവർ വന്നില്ല. ഇപ്പത്തെ സൈഡിലോട്ട് വരികയാണ്. എനിക്ക് തോന്നുന്നു ഇനിയും പീലി വിടർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അവിടെ താഴെ അവരെ നോക്കുന്നുണ്ട്. അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരെ അല്ലെന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരാണെങ്കിൽ രാവിലെ ഇവിടെ വന്നിട്ട് ഒരു പക്ഷേ അതൊന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ വൈകിട്ട് വന്ന് കഴിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അടുത്ത പീലി വിടർത്താനുള്ള പരിപാടിക്കാണ്. കണ്ടോ, ആ പീലി വിടർത്താനുള്ള പരിപാടി ആകുമ്പോഴേ ഈ ചിറക് താത്ത് വെച്ചിട്ട് കഴുത്തൊക്കെ ഒന്ന് കുറുകി അങ്ങനെ പീലി വിടർത്തും. കണ്ടില്ലേ എന്തൊരു സൗണ്ടാണെന്നറിയാമോ? ഭയങ്കര സൗണ്ടാണ്. ആ ചിറക് തടിയും ഭയങ്കര സൗണ്ടാട്ടോ. ദൂരോട്ടെങ്ങും പോകത്തൊന്നുമില്ല പുള്ളിക്കാരൻ. അപ്പുറത്തൊരു കേക്കുണ്ട്, അതിൻ്റെ മേളിൽ കയറിയിട്ടിട്ട് കേട്ടോ. വിളിച്ചാൽ ആ സെക്കൻഡ് നമ്മളൊന്ന് പാത്രം അനക്കിയാലോ ഒരു കവർ നനയ്ക്കിയാലോ അത് കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇങ്ങനെ അടർന്നു വരും. എന്തെങ്കിലും തിന്നാൻ കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേ വരും. എന്ത് കൊടുത്താലും തിന്നും കേട്ടോ. ഞാനാണെങ്കിൽ ബിസ്ക്കറ്റൊക്കെ കൊടുക്കാറുണ്ട്. ബിസ്ക്കറ്റൊക്കെ തിന്നും, എന്ത് കൊടുത്താലും തിന്നും, കുഴപ്പമൊന്നുമില്ല, തിന്നിട്ട് പോവും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം ഇതുപോലൊക്കെ ഇനിയും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുത്തിടാം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ്റെ ആ ഒരു പീലി വിടർത്തിയ ആടൽ.